EPS ആണ് അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള എക്സ്പാൻഡഡ് പോളിസ്റ്ററൈൻ ആണ്. അത് തെർമോക്കോളിന്റെ വേരിയന്റ് ആണ്. ഇത് കത്തി പോകുന്നതാണ് അന്ന് കമന്റുകൾ വന്നത്. സാധാരണ തെർമോക്കോൾ കത്തുപിടിക്കും, ഇത് ഫയർ റിപ്പല്ലന്റ് ആണ്. ഇതിനുള്ളിൽ മെഷാണ്, ആ കണ്ട മെഷിലേക്ക് നമ്മൾ ഷോർട്ട് ക്രിച്ച് ചെയ്തിട്ടിരിക്കുന്നത് മൈക്രോ കോളംസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് മൈക്രോ ബീംസ് ആയിട്ട്. അപ്പോൾ അത് വരുമ്പോൾ അതിന്റെ ഒരു ഓവറോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആയി ഇംപ്രൂവ് ചെയ്യാണ്. നമ്മുടെ പൈപ്പിംഗ്സ് എല്ലാം തന്നെ ഷോർട്ട് ക്രിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമസ്കാരം. നമ്മുടെ കൺസ്ട്രക്ഷൻ രീതികളെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ കൂടെ നമ്മളൊരിക്കൽ പറഞ്ഞു പോയിരുന്നു EPS പാനലിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച്. അത് ചെയ്തത് നമ്മുടെ കൂത്താട്ടുകുളത്തുള്ള ശ്രീധരിയത്തിലെ പ്രൊജക്റ്റ് ആയിരുന്നു. അത് ചെയ്തത് നമ്മുടെ BuildDC ഗ്ലോബലായിരുന്നു. അന്ന് ഒരുപാട് ആൾക്കാർ അതിൻ്റെ താഴെ വന്ന് കമൻറ്റുകൾ ചെയ്തു, ഇതൊക്കെ കത്തിപ്പോകുന്ന സാധനമാണെന്നൊക്കെ. അങ്ങനെയുള്ളവരുടെ എന്ത് പറയാനാണ്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇന്ന് BuildDC ഗ്ലോബലിൻ്റെ ഏകദേശം ഏതാണ്ട് 124th പ്രൊജക്റ്റ് കമ്മിറ്റിയാണ് നടക്കുന്നത്. ഇത് നടക്കുന്നത് ഇടുക്കിയിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് വളരെ ബിഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ്. ഇങ്ങനെയും ഇത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു റിസോർട്ടിൻ്റെ പ്രോജക്റ്റാണ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന BuildDC ഗ്ലോബലിൻ്റെ EPS പാനൽ കൺസ്ട്രക്ഷൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ ഡയറക്ടർ ഒപ്പമുണ്ട്. സാർ, താങ്ക് യു. നമസ്കാരം. രണ്ടാമത്തെ നമ്മുടെ വീഡിയോയാണ്. എനിക്ക് തോന്നുന്നു 124th പ്രൊജക്റ്റ്, ചെറുതും വലുതുമായിട്ടുള്ള പല പ്രൊജക്റ്റുകളിൽ വൺ ഓഫ് ദ വലിയ പ്രൊജക്റ്റ് അല്ലേ? അതെ തീർച്ചയായും. ശരി, ഇടുക്കിയിലല്ലേ? അതെ. ശരി, ഇതിപ്പോൾ എത്ര കോട്ടേജസ് ഇവർ പ്ലാൻ ചെയ്യുന്നത്? ഇതിപ്പോൾ ഒരു 26 കോട്ടേജ് ആണ് പ്ലാൻ ചെയ്യുന്നത്. 26 കോട്ടേജസ് ആയിട്ട്. അതെ. ഒന്നൊരു 10-50 റൂംസ് ഉണ്ടാവും അല്ലേ? മൊത്തത്തിൽ എല്ലാം കൂടി 40 റൂംസോളം മൊത്തത്തിൽ എല്ലാം കൂടി വരുന്നുണ്ട്. ഒരു എന്താ പറയാ, ഭയങ്കര ഹാർഡായിട്ടുള്ള ടെറൈനാണ്. അതെ. ഞങ്ങളിവിടെ എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി, പിന്നെ വീഡിയോ എടുക്കാനായിട്ട് കയറാനായിട്ട് ബുദ്ധിമുട്ടി. കാര്യം നമ്മുടെ എന്താ പറയാ, കഴിയുമ്പോഴത്തേക്കും ബെസ്റ്റ് ആവും. അവർ അതിനുള്ള സംവിധാനങ്ങളൊക്കെ തരും. ഇപ്പൊ ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ രീതിയിലായതുകൊണ്ട് ഇവിടെ A to Z നമ്മുടെ BuildDC ചെയ്തിരിക്കുന്നത്. അതെ. അതായത് ഇതിന്റെ സ്ട്രക്ചർ തൊട്ട് ഇതിന്റെ ഫൗണ്ടേഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫൗണ്ടേഷൻ എങ്ങനെയായിരിക്കും ഇവിടെ കാണാൻ പറ്റും, എന്നാലും ഒന്ന് പറഞ്ഞാട്ടെ. ഫൗണ്ടേഷൻ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടെറൈനിൽ നമ്മൾ ഒരു വിധത്തിലുള്ള ഒരു അനക്കമല്ലാതെ ഏറ്റവും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുക. മരങ്ങളെല്ലാം തന്നെ റീറ്റെയിൻ ചെയ്യുക. ഒന്നും വെട്ടിയിട്ടില്ല. പിന്നെ അതുകൂടാതെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിലിനെ ഒട്ടും തന്നെ അനക്കാത്ത രീതിയിലാണ് നമ്മൾ ഫൗണ്ടേഷൻസ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫൗണ്ടേഷൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഹില്ലി ടെറൈനിലാവുമ്പോൾ നമ്മൾ ഇതിനെ മെഷ് വെച്ച് ഷോർട്ട് റേറ്റ് ചെയ്ത് എല്ലാം കൂടി റീൻഫോഴ്സ് സ്ട്രക്ചറിലേക്ക് കൂടി കൊണ്ടുവരും. അതായത് ഇപ്പോൾ നമ്മുടെ ഈ GI പൈപ്പ്സ് ഒന്നും എന്നാലും കാണാത്ത രീതിയിൽ അതിനെ വേറൊരു രൂപത്തിലോട്ടാക്കി മോഡിഫൈ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യും. എക്സാക്ട്ലി. അതിന് ഡെക്കറേറ്റീവ് എലമെന്റ്സ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. EPS തന്നെ ഡെക്കറേറ്റീവ് എലമെന്റ്സ് കൊണ്ടുവന്ന് ഇതിനെ കംപ്ലീറ്റ്ലി മാസ്ക് ചെയ്യും. പിന്നെ ഇതുപോലെ ഈ ഒരു ടെറൈൻ എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ടെറൈനാണ്. അപ്പോൾ അതിനുവേണ്ടി പാസേജസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻച്വലി ഇതിലേക്ക് ഈസി ആക്സസ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഡിസൈനിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം കാര്യങ്ങളും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസിലാണ് നടക്കുന്നത്. ശരി. പിന്നെ ഇതിപ്പോൾ ഞാൻ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിന്നും ഒരുപാട് കമൻസ് വന്നതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് നമുക്കറിയാം, എന്നാലും അതെങ്ങനെ, ഇത് നിങ്ങൾക്ക് തന്നെ പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ കാര്യമാണ്. ഇതിനകത്ത് വേറെ ആരുടെ സഹായമൊന്നും വേണ്ട. നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇവിടെ പൂർത്തിയായിട്ടുള്ള പ്രൊജക്റ്റ് നിൽക്കുന്നുണ്ട്. ഇത് തന്നെ പൂർത്തിയായിട്ടുള്ളതുണ്ട്. കൂടാതെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ കാണുന്നത്. ഉപയോഗിക്കുന്നതിനുള്ളിൽ വരുന്നത് തെർമോക്കോളാണ് അല്ലേ? അത് എത്രയാണ് തിക്നെസ് വരിക? EPS ആണ് അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള എക്സ്പാൻഡഡ് പോളിസ്റ്ററൈൻ ആണ്. അത് തെർമോക്കോളിന്റെ വേരിയന്റ് ആണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 80 mm തിക്നെസ് ഉള്ള EPS ആണ്. 80 mm. അതെ, 8 cm തിക്നെസ് ഉള്ളതാണ്. അതിന്റെ രണ്ട് സൈഡിലും മെഷ് ഉണ്ട്. അത് ചെയ്ത് അതിന് ഷോർട്ട് റേറ്റ് ചെയ്ത് അതിനെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ, റീൻഫോഴ്സ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ EPS പാനൽസ് ഇതിന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞ ഒരു സാൻഡ്വിച്ച് ലെയർ ആയിട്ട് അങ്ങനെ ഇരിക്കും. അതൊരു ഇൻസുലേഷൻ ബാരിയർ ആയിട്ടും നമുക്ക് ഇനീഷ്യൽ ഫ്രെയിംസ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പരിപാടി. പ്രത്യേകിച്ച് നമ്മൾ ഈ ടെറൈനിലേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഏകദേശം ഒരു 60%, 50 to 60% വരെ ലൈറ്റ് വെയിറ്റ് ആണ് കമ്പയർ ടു കൺവെൻഷണൽ സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഇവിടെ അറേഞ്ച് ചെയ്യാനും ഉള്ളൊരു കൺവീനിയൻസ്, ദാറ്റ് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ്. കാര്യം എന്ന് വെച്ചാൽ
പ്രൊജക്ട് സ്പീഡിൽ പോകണം എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ അതനുസരിച്ച് വരണം, അതനുസരിച്ച് അത് അലൈൻ ചെയ്യാൻ പറ്റണം, അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽസ് പെട്ടെന്ന് കയറി വരാൻ വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളിലുള്ള അഡ്വാൻറ്റേജ് ഫുള്ളി മെഷ് നിൽക്കുന്ന അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ ഫുള്ളി റീൻഫോഴ്സ് സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിൻഡ് ലോഡ്, അതുപോലെ തന്നെ ഈ ടെറൈനിലുള്ള പ്രശ്നങ്ങൾ വെച്ചാൽ മഴ, ഇത്തരം കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുള്ളി കോൺക്രീറ്റ് സ്ട്രക്ചർ ആയിട്ടാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് ഫയർ റിപ്പല്ലൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതൊരു സ്പെഷ്യൽ കാറ്റഗറി. സാധാരണ തെർമോക്കോൾ കത്തുപിടിക്കും, ഇത് ഫയർ റിപ്പല്ലൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫോഴ്സ് ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ അത് മെൽറ്റ് ആവുകയാണ് ചെയ്യുന്നത്, ഉരുകി അങ്ങ് പോവുള്ളൂ. അതല്ലാതെ അത് കത്ത് പിടിക്കുന്ന പ്രോപ്പർട്ടി ഇല്ല. നമ്മൾ ആ തീ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ അതങ്ങ് കെട്ടു എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന EPSൻ്റെ എല്ലാത്തിൻ്റെയും വൺ ഓഫ് ദ പ്രോപ്പർട്ടി അതാണ്. EPS ആർക്ക് എടുത്തുകൊണ്ട് പോയി ഒരു തീപ്പെട്ടി വരച്ച് കത്തിച്ച് നോക്കിയാൽ ഈ പ്രോപ്പർട്ടി നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും കാണാൻ സാധിക്കും. ഇത് പ്യുവർലി ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് എന്തുമാത്രം ഡെഡ് ലോഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ലോഡ് എങ്ങനെയാണ്, ഇതിനെ ബേസ് ചെയ്താണ് ഇതിനെ ഡിസൈൻ ചെയ്യുന്നത്. പ്യുവർലി എഞ്ചിനീയറിംഗ് ആണ്. ഇതിനെ എഞ്ചിനീയറിംഗ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിലോ ന്യൂട്ടൺസ് ആണ് നമുക്ക് വെയിറ്റ് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പാരാമീറ്ററിന്റെ ബേസിലാണ് എല്ലാ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ. ഇതിന്റെ മെഷിന്റെ സൈസ്, അതുപോലെ തന്നെ അതിന്റെ ഷോർട്ട് റേറ്റ് ചെയ്യുന്ന തിക്നെസ്, അതുപോലെ തന്നെ സ്പാനിൽ വരുമ്പോൾ അഡീഷണൽ റീൻഫോഴ്സ്മെന്റ് ഏതെങ്കിലും വരുന്നുണ്ടോ, അതല്ലെങ്കിൽ പൈപ്പ് സ്ട്രക്ചേഴ്സ് അഡീഷണൽ കൊടുക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മുടെ ഡിസൈൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു വിൻഡ് ലോഡ് ഒക്കെ പറയാനാണെങ്കിൽ ഒരു 160 വരെയൊക്കെ വിൻഡ് ലോഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ് ടു 200 വരെ പോകാവുന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള കോട്ടേജസ്, ഷെൽട്ടേഴ്സ് ഒക്കെ പണിയാൻ വേണ്ടിയിട്ട് ആർമിക്കും ബാക്കി ഫോഴ്സിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നവരെ ഈ മെത്തഡോളജിയിൽ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ദാറ്റ് സ്ട്രോങ്. ഉണ്ട്. ഈ ഡിസൈൻ അനുസരിച്ച് തിക്നെസ് കൂട്ടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഒരു ഡിസൈൻ പാരാമീറ്റർ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഫയർ റെസിസ്റ്റൻസ് കൂട്ടണമെങ്കിൽ, ഇപ്പൊ സ്റ്റാൻഡേർഡ് നിൽക്കുന്ന 2 hours ആണെങ്കിൽ അതിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് തിക്നെസ് കൂട്ടണം. അപ്പോൾ കോൺക്രീറ്റിന് തിക്നെസ് കൂടുമ്പോൾ കോൺക്രീറ്റ് ആണ് അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ഫയർ റെസിസ്റ്റൻസ് കൂടുതൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി അങ്ങനെ കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെ സ്ട്രെങ്ത് കൂടുതൽ വരേണ്ടത് ഇപ്പോൾ ആനയുടെ ശല്യമുള്ള ചില ഏരിയകളിലൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ റീബാസിൻ്റെ ഉള്ളിൽ ഓടിയിട്ട് നമ്മളൊരു 50 mm തിക്നെസ്സിലേക്കൊക്കെ നമ്മൾ ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും. അപ്പോൾ കുറേ സ്ട്രെങ്ത് കൂടി, ഓവറോൾ സ്ട്രെങ്ത് കൂടി. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിലും ഉപരിയായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈവൻ ഇഫ് ഈ പറഞ്ഞ പോലെ ഒരു ആനയുടെ ഒരു അറ്റാക്ക് ഉണ്ടായെങ്കിൽ തന്നെ സാധാരണ ഒരു കട്ട കെട്ടിയ വീടാണെങ്കിൽ ഒരു ആന വന്ന് പയ്യൊന്ന് തട്ടിയാൽ മതി, അതെല്ലാം കൂടി അങ്ങ് വീഴും. കാര്യം എന്ന് വെച്ചാൽ ഒരു ബ്രിക്ക് കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കോംപ്രമൈസ് ആവും. നമ്മളുടെ ഈ മെത്തഡോളജിയിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഫുൾ മെഷിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആനയുടെ ആ ഒരു ഇമ്പാക്റ്റ് അത്യാവശ്യം സ്ട്രോങ് ആണെങ്കിൽ തന്നെ ഇതിൽ ഒരു ഡെൻറ്റ് വരാം, ഇവനൊരു ഹോൾ വരാം. പക്ഷേ ഇത് കൊളാപ്സ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഓൾമോസ്റ്റ് നില്ല. അതായത് ഒരു ആന ഇടിച്ചാലും ഒന്നും സംഭവിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ മെത്തഡോളജിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ഫൈനസ്റ്റ് എഞ്ചിനീയറിംഗ് മെത്തേഡ് എന്നുള്ളതാണ് ഈ പറഞ്ഞ EPS ടെക്നോളജിയെ കുറിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യം. അതിനെക്കുറിച്ച് പഠിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അത് അറിയാൻ സാധിക്കും. തീർച്ചയായും. ഇനി ഒന്ന് ചോദിച്ചോട്ടെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സംഗതിയാണ്, ഇതിനുള്ളിൽ മെഷാണ്, ആ കണ്ട മെഷിലേക്ക് നമ്മൾ ഷോർട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ മുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിൽ നമുക്ക് സ്ലാബുകൾ വരുമല്ലോ. അതെങ്ങനെയാണ് നമ്മൾ ഇതിൽ തന്നെ ചെയ്യുവാണോ അതോ പിന്നീട് അത് പ്രീകാസ്റ്റ് ചെയ്യുന്നതാണോ, എങ്ങനെയാണാവോ? അതായത് സൺഷെയ്ഡിന്റെ കാര്യം ഞാൻ ചോദിക്കാം. സൺഷെയ്ഡ് ആവാം, അതുപോലെ തന്നെ നമുക്ക് ബാൽക്കണീസ് എല്ലാം വരുന്നുണ്ട്. ബാൽക്കണി എല്ലാം വരുന്നത് 1.5 മീറ്ററോളം കാൻഡിലിവർ ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അത് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അത് EPS പാനൽസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. EPS പാനൽസ് ലേ ചെയ്തിട്ട് അതിന്റെ മുകളിൽ റിപ്പ് പാനൽസ് നമ്മൾ പോകുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ റീബാസും കാര്യങ്ങളും ചെയ്ത് കോൺക്രീറ്റ് പോർ ചെയ്യുന്നതാണ്. കോൺക്രീറ്റ് പോർ ചെയ്ത് സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് പോലെ തന്നെ ആക്ട് ചെയ്യും. ഏകദേശം അല്ല, സ്റ്റാൻഡേർഡ് തിക്നെസ് അല്ല, ഇതിപ്പോ ഒരു ഡിസൈൻ ആണ്. ഒരു 190 മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ തിക്നെസ്. അതായത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നതും ഇതുമൊക്കെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് EPS പാനലിന്റെ ഫ്ലോറിംഗിലാണ് ചെയ്തിരിക്കുന്നത്. ഫെർദർ അതിന്റെ മുകളിൽ കോൺക്രീറ്റും ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സും ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കലിന്റെ മുഴുവൻ കോൺട്രിബ്യൂട്ട്സ് ഇട്ടിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ, പറഞ്ഞാട്ടെ, എങ്ങനെയാണിത്, എപ്പോഴാണിത് പ്ലാൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാവോ? നമ്മൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കാര്യങ്ങൾ നമ്മൾ ഇനീഷ്യൽ ഡിസൈനിൽ തന്നെ ഇത് പ്ലാൻ ചെയ്യുന്നതാണ്. ഈ പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മൾ ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങിൽ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുക, എവിടെയാണ് എന്താ വരുന്നതെന്നുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങുകളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാനൽ അസംബ്ലി ചെയ്തതിന് ശേഷം നമ്മളുടെ കോൺഡ്യൂട്ട്സ് നമ്മൾ മെഷ് അധികം കട്ട് ചെയ്യാതെ തന്നെ പയ്യെ മെൽറ്റ് ചെയ്ത് ഈ കോൺഡ്യൂട്ട്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ വിടുന്ന അറേഞ്ച്മെന്റ് ആണ് ചെയ്യുന്നത്. അതായത് പാനൽ മെൽറ്റ് ചെയ്ത് അതിനകത്തോട്ടാക്കും അല്ലേ? അതെ. പാനൽ മെൽറ്റ് ചെയ്ത് കോൺഡ്യൂട്ട്സ് ഇതിൻ്റെ ഉള്ളിലാക്കും. മെഷ് നമ്മൾ റീറ്റെയിൻ ചെയ്യും.
റീറ്റെയിൻ ചെയ്ത് അങ്ങനെയാണ് നമ്മളിത് ചെയ്തു വരുന്നത്. ശരി. അത് കഴിഞ്ഞ് ഇത് ഷോർട്ട് ട്രീറ്റ് ചെയ്ത് ഇതിനെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വയറിങ് അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം. ഒരു മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ സാധാരണ ഒരു സൈറ്റിൽ കൺവെൻഷൻ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ ബ്രിക്സ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ തേച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്താണ് ഈ കോൺജുവേറ്റ്സ് ഇടാനുള്ള പൊസിഷൻസ് എല്ലാം ചെയ്യുന്നത്. ഇത് അതിനെല്ലാം ഉപരിയായിട്ട് ഇത് ആദ്യം തന്നെ വളരെ നിസ്സാരമായിട്ട് മെൽറ്റ് ചെയ്യാം. അപ്പോൾ ടൈം ഒത്തിരി സേവ് ചെയ്യാം, അവരുടെ എഫേർട്ട് ഒത്തിരി സേവ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ അവർക്ക് കോൺജുവേറ്റ്സ് ഇൻസേർട്ട് ചെയ്ത് പോകാൻ പറ്റും. വളരെ നിസ്സാരമായിട്ട് അവർ വർക്കുകൾ മുന്നോട്ട് പോകാനും സ്പീഡിൽ ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഈ ടൈം കാര്യം പറയുമ്പോൾ ഞാനത് നമ്മുടെ ഈ പ്രോജക്റ്റുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ചോദിക്കാം. ഇത് എന്ന് സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ് ആയത്? ഇത് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റാണ്. 2025. അതെ, 25 ഏപ്രിൽ. എന്നതൊക്കെ ഹാൻഡ് ഓവർ പറഞ്ഞിരിക്കണേ? ഹാൻഡ് ഓവർ അടുത്ത ആഴ്ച സ്ട്രക്ചർ ഹാൻഡ് ഓവർ ചെയ്യാണ്. സ്ട്രക്ചർ ഹാൻഡ് ഓവർ ചെയ്യാണ്. പിന്നെ ഇന്റീരിയർ, ലാൻഡ്സ്കേപ്പിംഗ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് 26 കോട്ടേജസ് ഏതാണ്ട് 1.5 ഇയേഴ്സ് കൊണ്ട് നമുക്ക് 1.5 ഇയർ സെയിം ഇയർ 2025 ഏപ്രിൽ തന്നെയാണ് തുടങ്ങിയത്. 25 നവംബറിലാണ് നമ്മൾ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏപ്രിൽ ടു നവംബർ ആണ് നമ്മുടെ 26 കോട്ടേജ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. ഫ്രം ഫൗണ്ടേഷൻ, സെറ്റ് ഔട്ടിങ്, ഫൗണ്ടേഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ആ ടൈം ഫ്രെയിമിൽ ഒരു കൊല്ലത്തിനകത്ത് 6 മാസത്തിനകത്ത് ആണ് നമ്മുടെ ഇത് വരുന്നത്. വീട് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കുന്ന വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതെ. നമുക്ക് G+3 വരെ വിത്തൗട്ട് ഫ്രെയിം ചെയ്യാൻ പറ്റും. G+3 വരെ ആസ് പെർ ഇന്ത്യൻ ബിൽഡിംഗ് സ്റ്റാൻഡേർഡ്സിൽ G+3 വരെ വിത്തൗട്ട് കോളംസ് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം വെച്ചാൽ ഇതിനകത്ത് വരുന്നത് ഇതെല്ലാം ഓരോ മൈക്രോ കോളംസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് മൈക്രോ ബീംസ് ആയിട്ട്. അപ്പൊ അത് വരുമ്പോൾ അതിന്റെ ഒരു ഓവറോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആയി ഇംപ്രൂവ് ചെയ്യാണ്. ചൂടുള്ളപ്പോഴും തണുപ്പുള്ളപ്പോഴും ആ കംഫർട്ട് ക്ലൈമറ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെ. അതായത് ഉള്ളിലുള്ളത് ഈ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നുള്ള ചൂടിനെയോ തണുപ്പിനെയോ ഒരു പരിധിക്ക് അപ്പുറം അകത്തോട്ട് വിടില്ല. അകത്തുള്ള തണുപ്പിനെ ഉള്ളിൽ പുറത്തോട്ടും വിടില്ല. അതെ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഉള്ളിലും പുറത്തും എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട. അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്ലംബിങ്ങിലോട്ട് വരുമ്പോഴോ അതെങ്ങനെയാണ്? നമ്മുടെ പ്ലംബിങ്ങും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ പൈപ്പിങ്സ് എല്ലാം തന്നെ ഷോർട്ട് ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിന്റെ ഉള്ളിലെല്ലാം നമ്മൾ ലേ ചെയ്ത്, അതിപ്പോ ലെഡ്ജ് വാളിനുള്ള കൺസീൽഡ് ഫ്ലഷുകളാണെങ്കിലും വാൾ മൗണ്ടഡ് WC ആണെങ്കിലും എല്ലാം തന്നെ ഇനീഷ്യലി നമ്മൾ പ്ലാൻ ചെയ്യും. ഇതെല്ലാം ഇതിനുള്ള പ്രൊവിഷൻസ് എല്ലാം ചെയ്തിരും. അതിനുള്ള സ്ട്രെങ്തനിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഷോർട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഷോർട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധാരണ പ്ലംബിങ്ങിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളും ഫൈനലി ഇതെല്ലാം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഫിറ്റിംഗ്സും കാര്യങ്ങളിലേക്ക് മാത്രമാണ് പിന്നെ ആവശ്യം വരുന്നത്. വാളാങ്ങിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രോബ്ലം വരത്തില്ല? ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ എൻ്റെ ഒപ്പം ഈ പ്രോജക്റ്റിന്റെ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ചെയ്ത നിസാറുണ്ട്. ഹലോ, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സാർ. ഇത് എന്താ പറയുക, EPS പാനൽ ടെക്നോളജി, അത് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അധികമായിട്ടില്ല. പുറത്തൊക്കെ ഒരുപാട് സാറ് കണ്ടും കേട്ടൊക്കെ പരിചയിച്ചിട്ടുണ്ടാവും. പക്ഷേ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു എന്താ പറയുക, ഒരു റിസോർട്ട് കൺസ്ട്രക്ഷനിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരും വളരെ കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, റിസോർട്ട് വർക്കിലേക്ക് എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തെ പ്രോജക്റ്റ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. ടൈം ഇൻ കേരള എന്ന് തന്നെ പറയണം. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. എങ്ങനെ ഇതിലോട്ട് എത്തി? ഇത് ആക്ച്വലി ബിൽഡിസിയുടെ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേരളത്തിൽ ഞാൻ വെളിയിൽ കുറേ വർഷം വർക്ക് ചെയ്തിട്ടുള്ള, വെളിയിൽ വർക്ക് ചെയ്തപ്പോഴും കേരളത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം വന്നപ്പോൾ കൂടുതൽ അവരെ ഞാൻ കോൺടാക്ട് ചെയ്തു. എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കാരണം അറിയാവുന്ന ഒരു സിസ്റ്റം, കേരളത്തിൽ പുതിയൊരു സിസ്റ്റം വന്നപ്പോൾ എനിക്കത് അതിനെപ്പറ്റി കൂടുതൽ ഇവിടെ എങ്ങനെ നടക്കുന്നതെന്ന് അറിയാം. എൻ്റെ ഒരു പ്രോജക്റ്റിൽ എത്രത്തോളം നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒരു ടെറൈൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഭയങ്കര ഹാർഡ് ടെറൈനാണ്. ഇറ്റ്സ് സ്റ്റീപ്പ് സ്ലോപ്സ് ആണ്. മെറ്റീരിയൽ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. പ്രകൃതിയെ ഒന്നും ചെയ്യാനും പാടില്ല. പ്രകൃതിയെ പരമാവധി ഡിസ്റ്റർബ് ചെയ്യാതെ ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരുവിധം മരങ്ങൾ എല്ലാം ബിൽഡിങ്ങിന്റെ ഇടയിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ചെയ്തത് ബേസിക്കലി മരങ്ങൾ നിർത്തി ബിൽഡിങ്ങിനെ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അത്രത്തോളം ചെയ്ത് ചിലയിടത്തൊക്കെ ബിൽഡിങ്ങുകളെ മരം വളരെ ചേർന്ന് നിൽക്കുന്നിടത്ത് വളരെ ചെറിയൊരു കർവ് കട്ടിങ് ഒക്കെ കൊടുത്ത് ഒക്കെയാണ് മാനേജ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലുള്ള വെച്ചാൽ നമുക്കുള്ള സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ, ഞങ്ങൾക്കിത് വളരെ തന്നെ പെട്ടെന്ന് തീർക്കണമായിരുന്നു. അങ്ങനെ ഒരു സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷനിൽ ആണ് വേറൊരു ആഡഡ് അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ EPSലേക്ക് പോയിട്ടുള്ളത്. എൻ്റെ ഡിസിഷൻ റൈറ്റ് ആയിരുന്നു. വി ആർ സോ ഹാപ്പി അബൌട്ട് ഇറ്റ് ആൻഡ് ഇറ്റ്സ് ഹൈലി റെക്കമെൻഡബിൾ. കാൽക്കുലേഷൻ കറക്റ്റ് ആയിരുന്നു അല്ലേ? ആയിരുന്നു. യെസ്. അപ്പോൾ ഇതിൻ്റെ മാനേജിങ് പാർട്ട്ണർ എൻ്റെ ഒപ്പം ഉണ്ട്. സാർ, അടിപൊളി സാധനം. താങ്ക് യു. ഇതിൻ്റെ ടോട്ടാലിറ്റി വന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് തന്നെ നമ്മളും പ്രതീക്ഷിക്കുന്നത്. EPS പാനലിലോട്ട് വരാനായിട്ടുള്ള കാരണം ഓൾറെഡി വിസാർ പറഞ്ഞു. അക്സെപ്റ്റബിൾ ആയിരുന്നു.
ബേസിക്കലി ഡെഫിനറ്റ്ലി ആക്സെപ്റ്റബിൾ ആയിരുന്നു. കാരണം വെച്ചാൽ ഒന്ന് ബിസാർ അതിനെക്കുറിച്ച് പറഞ്ഞു, ടെക്നിക്കലി ഇറ്റ് ഇസ് പോസിബിൾ. സെക്കൻഡ്ലി എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താ വെച്ചാൽ എനിക്ക് ഈ കോൺസെപ്റ്റ്, ഈ സ്ലോ DC എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞങ്ങൾ 1/3 ഓഫ് ദ ടൈമിൽ കൺസ്ട്രക്ഷൻ തീർക്കണമെന്നുള്ളതാണ്. ദാറ്റ് വാസ് വൺ ഓഫ് ദ മേജർ ചലഞ്ച്. പിന്നെ ഇങ്ങനെ ഒരു ടെറൈനും അപ്പം വെൻ ദ ടെക്നോളജി ഈസ് ഗുഡ് ആൻഡ് യു നോ ഇറ്റ്സ് വർക്കിംഗ്, പിന്നെ എന്തുകൊണ്ട് യൂസ് ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു. പിന്നെ ടെക്നിക്കലായിട്ടുള്ള നമ്മുടെ ടീം ബിസാറും പറഞ്ഞു ഇറ്റ്സ് ഫൈൻ. പിന്നെ BuildDCക്കാരും നമുക്ക് ആ കോൺഫിഡൻസ് തന്നു ദാറ്റ് ദേ കൻ ഡു ഇറ്റ്. അങ്ങനെ രാജുവായിട്ട് സംസാരിച്ചപ്പോഴെല്ലാം നമുക്ക് വി ഗോട്ട് ദ കോൺഫിഡൻസ് ദാറ്റ് ദിസ് ക്യാൻ വർക്ക് ആൻഡ് ദിസ് വിൽ വർക്ക്. അങ്ങനെ അത് ചൂസ് ചെയ്താ. അങ്ങനെ അതൊരു റൈറ്റ് ഡിസിഷൻ ആണെന്ന് അബ്സല്യൂട്ട്ലി ഹാപ്പിയാണ്. വെരി ഹാപ്പി. അപ്പോൾ സാർ താങ്ക് യു സോ മച്ച്. ഇനി ഇതിപ്പോൾ നമ്മളിപ്പോൾ ലിൻഡൽ ഹൈറ്റ് പലപ്പോഴും ഒരു വീട് ചെയ്യുമ്പം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലിട്ടിരിക്കുന്ന 11.5 അടി ഹൈറ്റിലിട്ടേക്കണേ. നോർമലി 10 എന്നുള്ള സ്റ്റാൻഡേർഡ് സൈസ് എന്നുള്ള ബ്രേക്ക് ചെയ്തിട്ടുള്ള സൈസുകൾ. അങ്ങനെ ഏതൊക്കെ ഹൈറ്റിൽ വരെ നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും? നമുക്ക് ഹൈറ്റ് മാക്സിമം റെസ്ട്രിക്ഷൻസ് ഇല്ല എന്ന് പറയുന്നതാണ്. പക്ഷെ അതിനകത്ത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതെന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഫെർദർ സപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കേണ്ട ഏരിയാസ് ഉണ്ട്. പക്ഷെ നമുക്കത് ലിൻഡലായിട്ടല്ല കൊടുക്കുന്നത്. നമുക്ക് വേറെ അഡീഷണൽ ഇതിനകത്ത് തന്നെ മെക്കാനിസം, അഡീഷണൽ റീബാസും കാര്യങ്ങളും കൊടുത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് അപ് ടു 24 ഫീറ്റ് വരെയൊക്കെ സിംഗിൾ പീസ്, സിംഗിൾ പാനലായിട്ട് ചെയ്യാം പറ്റും. നമുക്ക് പലപ്പോഴും വരുന്ന റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ള റെസ്ട്രിക്ഷൻ ആണ് ഇത് പലപ്പോഴും ആയിട്ട് വരുന്നത്. കാര്യം വെച്ചാൽ ഇത്രയും സൈസ് വരുമ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ ബുദ്ധിമുട്ടാണ് കൂടുതലും വരുന്നത് ഒരു ടെക്നോളജിയുടെ ഉപരിയായിട്ട്. ബട്ട് അപ് ടു 24 ഫീറ്റ് വരെയൊക്കെ നമുക്ക് വളരെ സുഖമായിട്ട് ചെയ്യാം. നമ്മുടെ വീടിന്റെ ഒക്കെ ഡബിൾ ഹൈറ്റ് ഒക്കെ വരുന്ന സിംഗിൾ പാനലൊക്കെ നമുക്ക് അങ്ങ് എടുത്തു വെച്ച് ചെയ്യാം. അഡീഷണൽ ആയിട്ട് അതിന്റെ സ്ലൻഡറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് റീബാസും അഡീഷണൽ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇതിനകത്ത് തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടെക്നോളജി EPS പാനൽ ടെക്നോളജിയിൽ ബഡ്ജറ്റ് എന്നതുള്ള അല്ല പലപ്പോഴും. ബഡ്ജറ്റ് നോക്കുമ്പോഴത്തേക്ക് എല്ലാ ഏറെക്കുറെ ഒരുപോലെ തന്നെ വരുന്നത്. പക്ഷെ അതിനപ്പുറം ഇതിന്റെ എന്താ പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ബേസിക്കലി ഞങ്ങൾ അതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രൊജക്റ്റ് സാധാരണ ഇപ്പോൾ ഒരു വീട് പണി ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്നത് 6 മാസം എന്ന് പറഞ്ഞാലും അതൊരു വർഷം, 1.5 വർഷം, 2 വർഷമൊക്കെയാണ് പോകുന്നത്. അപ്പോൾ പലപ്പോഴും വരുന്നൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു കൊമേഴ്ഷ്യൽ എലമെന്റിലേക്ക് വരുമ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് തീരേണ്ടത് അത് 1.5 വർഷം, 2 വർഷം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പൈസയുടെ റിട്ടേൺ വരുന്നതിന്റെ ടൈമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡേ 1 മുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരുന്നത് 6 മാസം കഴിയുമ്പോൾ മുതൽ റിട്ടേൺ കിട്ടുന്ന സാഹചര്യം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ള റിട്ടേൺ കിട്ടുന്ന സാഹചര്യം എന്ന് പറയുന്നതിലാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. കേരളത്തിൽ എവിടെയൊക്കെയാണ്? കേരളത്തിൽ ഞാൻ ചോദിക്കുന്നില്ല, എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്? ഞങ്ങളിപ്പോൾ കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെ പ്രൊജക്റ്റുകൾ കേരളത്തിൽ ഓടുന്നുണ്ട്. പിന്നെ ബാംഗ്ലൂരിലേക്കും ഓടുന്നുണ്ട്. എബ്രോഡും വർക്കുകൾ അത്യാവശ്യമുണ്ട്, ചെയ്യുന്നുണ്ട്. എവിടെയും ചെയ്യും. അതെ, എവിടെയും ചെയ്യും. അതെനിക്ക് തോന്നുന്നു റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ എന്നൊരു വേർതിരിവില്ല, ഏതും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ. അതെ, നമ്മൾ ഫ്രെയിം സ്ട്രക്ചറിലും നോൺ ഫ്രെയിം സ്ട്രക്ചറിലും ചെയ്തു വരാവുന്ന സാഹചര്യങ്ങളുണ്ട്. അതനുസരിച്ച് വർക്കുകൾ അത് പ്യൂർലി അഗെയിൻ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. ആർക്കിടെക്റ്റിൻ്റെ ഒരു വ്യൂ പോയിന്റ് പറയും. അവിടെ നിന്ന് ഞങ്ങൾ ടേൺ കീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. ഈവൻ ഡിസൈൻ പോലും ഞങ്ങളിപ്പോൾ ഇൻ ഹൗസ് ചെയ്യുന്ന ഫെസിലിറ്റിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ക്ലയന്റിനെ സംബന്ധിച്ച് എനിക്കിങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം സ്ക്രാച്ച്, ഡെലിവർ തുടങ്ങിയെന്ന് വെച്ചാൽ അതിൻ്റെ ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഡോക്യുമെൻറ്റേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു കംപ്ലീറ്റ് സൊല്യൂഷനായിട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങളതിനെ വിഷ്വലൈസ് ചെയ്യുന്നത്. എനിക്ക് ഇവിടെ തന്നെ പൂർത്തിയായിട്ടുള്ള കോട്ടേജുകൾ ഓൾറെഡി നിൽക്കുന്നുണ്ട്. നമ്മൾ അതും നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെവിടെയും കേരളത്തിന് പുറത്തും നമുക്ക് പ്രോജക്റ്റ് ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് BuildDC ഗ്ലോബൽ അല്ലേ? അതെ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നു ഇവരുടെ പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളിൽ വന്ന് കാണാനായിട്ടുള്ള ഒരു അവസരം കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും ഉണ്ട്. ടൈം ടു ടൈം നമുക്ക് ക്ലയന്റിന്റെ പെർമിഷനോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, പെർമിഷനോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ടൈം ടു ടൈം സൗകര്യങ്ങൾ അനുസരിച്ച് നമ്മൾ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. പല സൈറ്റുകൾ പല ലൊക്കേഷനിലുണ്ട്. അപ്പോൾ കാണാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെ, അപ്പോൾ അതുകൊണ്ട് വിളിച്ചോളൂ. അപ്പോൾ സാർ അടുത്ത പ്രൊജക്റ്റിലാണ്. താങ്ക് യു. ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മട്ടാഞ്ചേരിയിലുള്ള പ്രൊജക്റ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലും പിന്നെ നമ്മുടെ യൂട്യൂബ് ഷോർട്സിലും ഉണ്ടാവും. അത് നിങ്ങളൊന്ന് കാണുക. വീട് കാണിച്ചില്ല എന്നുള്ള പരാതി കണ്ടോ? അത് തീർച്ചയായും വേണം. താങ്ക് യു. എടുത്തു പറയുന്നത് സർവീസാണ്. അത് വളരെ കൃത്യമായിട്ട് കിട്ടും. അത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് തന്നെ ബോധ്യപ്പെടുക. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി. അതിലേക്ക് ഞങ്ങൾ സൈനിങ് ഓഫ്. ഡോക്ടർ ഇന്ത്യ.